പൗരോഹിത്യം ഒരു പദവിയും തൊഴിലുമായി കാണുന്നവർക്ക് അപസ്വരങ്ങളും അനുസരിക്കാൻ വിമുഖതയുമുണ്ടാകൂ. മറിച്ച് അതൊരു വിളിയും അഭിഷേകവും വിളിച്ചവനോടുള്ള വിധേയത്വവുമാണെന്ന് തിരിച്ചറിവുള്ളവനു മാത്രമേ അതനുസരിച്ച് ഉയരാൻ കഴിയൂ. ഈയിടെ ഒരു മെത്രാൻ പറയുകയുണ്ടായി, പൗരോഹിത്യത്തിന് നിങ്ങൾ വില കൊടുത്തില്ല എങ്കിൽ പുരോഹിതനുണ്ടാകില്ല. അങ്ങനെ വന്നാൽ സഭ ഛിന്ന ഭിന്നമാകുമെന്ന്. കേരളത്തിൽ മാത്രമേ ഈ അവസ്ഥയുള്ളൂ എന്നോർക്കുക. പൗരോഹിത്യം താൻ പൊലിമ കാട്ടാനുള്ളതല്ല. പാടാനറിയാമെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി പാടുക. പ്രസംഗിക്കാൻ അറിയാമെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി പ്രസംഗിക്കുക. സ്വന്തമായി മഹത്വപ്പെടാതെ ക്രിസ്തു മഹത്വപ്പെടുന്നത് കണ്ട് മനം കുളിർക്കാൻ കഴിയണം. മനുഷ്യഹൃദയത്തിൽ ക്രിസ്തുവിനെ രൂപപ്പെടുത്തുക. അതിനാണ് എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും. ക്രിസ്തുവില്ലാത്ത സഭ ഒരു ആൾക്കൂട്ടം മാത്രമായിരിക്കും. ചിന്തിക്കുന്നവർ ചിന്തിക്കുക, തിരുത്തേണ്ടവർ തിരുത്തുക.